ഇത് തരുൺ ആദ്യമേ പറഞ്ഞു സിനിമയിലില്ല ഈ പാട്ട്. അപ്പൊ എന്തേലും തോന്നിയോ? അത് എനിക്ക് ശീലമാണ്. എന്റെ ആദരാഞ്ജലി എന്നുള്ള പാട്ട് സിനിമയിലില്ല, ഇല്ലുമിനാറ്റി സിനിമയിലില്ല, സിനിമയിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളത് ഓക്കെ. പക്ഷെ ഞാൻ പറഞ്ഞു ഇറക്കുമല്ലോ സിനിമയ്ക്ക് മുമ്പേ ഇറക്കില്ല. സിനിമയ്ക്ക് മുമ്പ് ഇറക്കിയ എന്താ പ്രൊമോ സോങ് പിന്നെ സിനിമ കഴിഞ്ഞിട്ടാണ് ഇറക്കുന്നത്. ഈ സിനിമയുടെ പ്രൊമോഷൻ ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്, കുറച്ച് ഒതുക്കി കുറച്ച് കാര്യങ്ങളൊക്കെ മറച്ച്. അപ്പോൾ വേറൊരു മൂഡിലാണ് പ്രൊമോഷൻ പോകുന്നത്. ഇപ്പോഴേ കൊണ്ടാട്ടം ഇറക്കിയിട്ട് ശരിയാവില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു സിനിമ കഴിഞ്ഞുള്ള ഞായറാഴ്ചയെങ്കിലും, വെള്ളിയാഴ്ച സിനിമ ഇറങ്ങി കഴിഞ്ഞാൽ ഞായറാഴ്ചയെങ്കിലും ഒന്ന് ഇറക്കണം പ്ലീസ്, അല്ലെങ്കിൽ പിന്നെ വച്ചിട്ടിരുന്ന കാര്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഓക്കെ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ സിനിമ ഇറങ്ങാൻ വേണ്ടി, സിനിമ ഹിറ്റാകാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ഹിറ്റായി കഴിയുമ്പോൾ ഒരു സെലിബ്രേഷൻ സോങ് ആവും. പ്രൊമോ സോങ് മാറി പിന്നെ സക്സസ് സെലിബ്രേഷൻ സോങ്ങിന്റെ മൂഡിലായിരിക്കും ആൾക്കാർ കാണുക. പിന്നെ ഈ സിനിമ ആദ്യം ജനുവരിയിൽ ഇറങ്ങാൻ ഇരുന്നിട്ട് ചെറിയൊരു ഡിലേ ഉണ്ടായി. ആ ഡിലേ ആക്ച്വലി ഈ പാട്ടിനെ ഹെൽപ്പ് ചെയ്തു. ഈ പാട്ട് നമുക്കൊന്ന് ഫൈനൽ ചെയ്യാനും പിന്നെ അത് ഷൂട്ട് ചെയ്യാനും അല്ലെങ്കിൽ ഷൂട്ട് ചെയ്യില്ലായിരുന്നു, ഒരു ലിറിക് വീഡിയോ മാത്രം വന്നേനെ. ഇതിപ്പോ ലാലട്ടനൊക്കെ പാട്ട് ഇഷ്ടപ്പെട്ടിട്ട് 2 ദിവസം അതിന്റെ ഷൂട്ടിന് വരാമെന്നൊക്കെ പറഞ്ഞ് ഇവിടെ എറണാകുളത്തിന് ഒരു ഫ്ലോറിലാണ് എല്ലാവരും കൂടെ, ശോഭന മാം, MG ശ്രീകുമാർ, പിന്നെ എൻ്റെ ക്രൂ അതിനകത്ത് ഞാനും തല കാണിച്ചിട്ടുണ്ട് ലാസ്റ്റ് ഒരു ഷോട്ടിൽ. അപ്പൊ ജെയ്ക് ചേട്ടനൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാം കൂടെ അങ്ങ് സംഭവിച്ചു.